കുപ്പസ്വാമി അണ്ണാമലൈ അഥവാ കെ അണ്ണാമലൈ ബി.ജെ.പി വിട്ടത് ബി.ജെ.പിയുടെ തന്നെ പ്ലാൻ ബി ആണ് എന്നുള്ളൊരു കോൺസ്പിറസി തിയറിയൊക്കെയാണ് ഇപ്പം മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അത് പ്രായോഗിക തലത്തിൽ വരുമ്പം അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോണേക്കാട്ടിലും മുമ്പ് ചില കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയണമല്ലോ. ഈ ഒരു അണ്ണാമലൈയുടെ രാജിയുമായി ബന്ധപ്പെട്ട് ഈ സംഘികളുടെ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ച് പറയാണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ ഒരു സംഘി പോലും സംഘി ഇൻ ദ സെൻസ് ഈ ബി.ജെ.പി പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തികൾ ആരും തന്നെ അണ്ണാമലൈയുടെ രാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ചീത്ത വിളിക്കുന്നതോ അദ്ദേഹത്തിന് മോശം പറയുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. അവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു അണ്ണാമലൈയുടെ പോക്കിൽ വിഷമമുള്ളവരാണെങ്കിൽ പോലും അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തിയിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിനോട് പൂർണ്ണ റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്ന കാഴ്ചകൾ മാത്രമാണ് കണ്ടത്. ഇനി അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ ഒരു റെയർ ബ്ലെൻഡാണ്. അയാളൊരു എക്സെപ്ഷണൽ ലീഡറാണ്. ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കും വളരെയധികം താല്പര്യമുള്ള ഒരു ലീഡറാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ ബി.ജെ.പിന്ന് പോയാലും ബി.ജെ.പിന്ന് പോയില്ലെങ്കിലും അയാൾ ഏത് പാർട്ടിയിൽ നിന്നാലും അയാളെ കൊണ്ട് രാജ്യത്തിന് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി ഇന്ത്യയിൽ തന്നെ സിവിൽ സർവീസ് പാസ്സായി IPS ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് കർണാടകയിലൊക്കെ കർണാടക സിംഗം എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ലെവലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് അണ്ണാമലൈ. എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും താഴെ തട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ അതുപോലെ ഭയങ്കര ലളിതമായിട്ടുള്ള കർഷകൻ്റെ ലൈഫ് സ്റ്റൈൽ പോലത്തെ വളരെ ലളിതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു ലൈഫിൽ എന്ത് സംഭവിക്കുന്നു സ്വന്തം ലൈഫിൽ നിന്നും ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്നും നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക വളരെ സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ഇന്നലെ ടിക്കറ്റ് കിട്ടി മത്സരിക്കാൻ വരുന്ന സിനിമാ നടന്മാരെ പോലെയോ മറ്റോ ഒന്നും ആയിരിക്കത്തില്ല. ഞാൻ അവരെ അടച്ചാക്ഷേപിക്കല്ല, അവരെ പോലെ ആയിരിക്കത്തില്ല. അദ്ദേഹത്തിനൊരു ലോക്കൽ കണക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലീഡറിന് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ട്. ഇപ്പം ഈ ബി.ജെ.പിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് തന്നെ നോക്കാം. ഇപ്പോൾ സാധാരണ രീതിയിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പം അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നൊക്കെ തോന്നുമ്പം യൂഷ്വലി ലീഡേഴ്സ് ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിരിക്കും. നമ്മളിവിടെ ഒരു മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടതല്ലേ. മുഖ്യമന്ത്രി കസാര കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറും MLA ആയിട്ട് തുടരുമെന്ന് പറഞ്ഞ ആൾക്കാർ, അത് കിട്ടാത്തതിൻ്റെ പേരുള്ള പരിഭവങ്ങൾ കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് ഒരു പാർട്ടി നിൽക്കുമ്പോൾ തന്നെ. ആ സമയത്താണ് ഒരാളൊരു പാർട്ടിയിൽ നിന്ന് എക്സിറ്റ് ആകുമ്പം ഏറ്റവും മാന്യമായിട്ട് എന്താ പറയുക ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് പാർട്ടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടാക്കില്ലേ, അതേ ഒരു മാന്യതയിലാണ് ബി.ജെ.പിയിലെ വലിയൊരു ശതമാനം ലീഡേഴ്സും ഇദ്ദേഹത്തിനോട് പെരുമാറിയത്. ഇദ്ദേഹവും അങ്ങനെയൊക്കെ തന്നെയുള്ള രീതിയിലാണ് രാജിവെച്ച് പോയത്. വളരെ മാന്യമായിട്ട് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് കൈ കൊടുത്ത് പിരിയാന്നൊക്കെ പറയുന്ന അതേ സെറ്റപ്പിലാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പൊളിറ്റിക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അണ്ണാമലയുടെ ചില യൂണിവേഴ്സിറ്റികളിലുള്ള ടോക്സ്, അദ്ദേഹം AI-നെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് കിട്ടും. ഇതൊക്കെയാണ് നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെ വേണം ചിന്തിക്കാൻ എന്നുള്ള ഒരു ഐഡിയ ആ കുട്ടികൾക്ക്, നമ്മുടെ പിള്ളേർക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ നാടിൻ്റെ ഭാവിക്കും കൂടെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ അണ്ണാമലൈ എന്ന് പറയുന്ന വ്യക്തി തമിഴ്നാട്ടിൽ അത് എന്താ പറയുക DMK പോലുള്ള പാർട്ടികൾ ഇനി വന്നാൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഇവർ രണ്ടുപേരുടെയും കറപ്ഷനെ കൊണ്ട് ജനം മടുത്തിരിക്കുന്ന ഒരു ആളൊക്കെയാണെന്ന് വളരെ വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞ ഗ്രൗണ്ട് ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിലോട്ട് എത്തി അവിടെ നിന്ന് ഒരു റെവല്യൂഷണറി ചേഞ്ചൊക്കെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടിയത് ആർക്കായി? വിജയിക്കായെന്ന് മാത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഈ ഒരു കോൺസ്പിറസി തിയറിയിലോട്ട് വരാം. കോൺസ്പിറസി തിയറിയിലോട്ട് വരണേക്കാട്ടിലും മുമ്പ് മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, അത് ബി.ജെ.പി പോലെയുള്ള ഒരു ദേശീയ പാർട്ടി ഇപ്പോഴേ മനസ്സിലാക്കി മുളയിലേ നുള്ളേണ്ടുന്ന കുറച്ച് ഐറ്റംസാണ്. തമിഴ്നാട്ടിലെ ഈ ഒരു ലോക്കൽ ലീഡേഴ്സിന് കാലങ്ങളായിട്ട് അധികാരക്കൊതിയൊക്കെ മൂത്തിരിക്കുന്ന ഒരുപാട് ബി.ജെ.പി ലീഡേഴ്സിന് അണ്ണാമലൈ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല.
അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ വളരെ വളരെ എവിഡൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നു, മത്സരിക്കാൻ സീറ്റില്ലാത്തൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വരുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അധികാരമോഹികളായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് തമിഴ്നാട്ടിലെ ഈ ഒരു ദേശീയ പാർട്ടിയുടെ ഘടകത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം ഭയങ്കര പകൽ പോലെ എല്ലാ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളൊരു സംഗതിയൊക്കെയാണ്. അപ്പം അതിനെ ചെറുക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഒഴിവാക്കേണ്ടതും വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അണ്ണാമലയിലോട്ട് തിരിച്ചു വരാം. അപ്പം ലോക്കൽ ലീഡേഴ്സിനും മറ്റ് ലീഡേഴ്സിനൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും തമിഴ്നാട്ടിലെ ഓരോ സാധാരണ BJP വർക്കറിനും വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അണ്ണാമല. അല്ലെങ്കിൽ അവർ അണ്ണാമലയ്ക്ക് പിന്നിലെ നിൽക്കുള്ള അവരുടെ ഒരു പ്രതീക്ഷയൊക്കെയാണ് ഈ ഒരു ലീഡർ. അപ്പം അത് ഒരു ആംഗിളിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നാളെ അണ്ണാമല ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കാൻ നിന്നാൽ ഈ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള BJP പ്രവർത്തകരുടെ മുഴുവൻ വോട്ടും പോകാനിരിക്കുന്നത് ആ ഒരു പാർട്ടിയുടെ ലീഡേഴ്സിനെക്കാട്ടിലും കൂടുതൽ അണ്ണാമലയ്ക്കായിരിക്കും എന്ന കാര്യത്തിൽ വലിയൊരു ഡൗട്ടൊന്നും വേണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു രീതിയിലാണ് അവർ ആ പാർട്ടിയിൽ നിൽക്കുന്നതെന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് അണ്ണാമലയ്ക്ക് പോകും. കാരണം അവർക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു ലീഡർ ഇല്ല ഇപ്പം തൽക്കാലം തമിഴ്നാട്ടിൽ എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അതവിടെ നിൽക്കുമ്പം ഇനി നമുക്ക് കോൺസ്പിരസി തിയറിയിലോട്ട് വരാം. നമുക്കെല്ലാവർക്കും അറിയാം, ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പാർട്ടി തുടങ്ങി. ആ പാർട്ടിയിലൂടെയാണ് ആ പ്രാദേശിക പാർട്ടിയിലൂടെയാണ് NDA എന്ന് പറയുന്ന മുന്നണിയിൽ ചേർന്നിട്ടുള്ളത്. കാരണം ഈ ദേശീയ രാഷ്ട്രീയവും അതിൻ്റെ ഭാഷയും ഒന്നും ഇപ്പോഴും മിക്കവാറും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനൊന്നും മനസ്സിലാവില്ല. പല സ്റ്റേറ്റ്സിനും അത് മനസ്സിലാവില്ല. ഈ ഒരു BJP പോലുള്ളൊരു പാർട്ടിയുടെയൊക്കെ പൊളിറ്റിക്സ് അത്ര എളുപ്പത്തിലൊന്നും അതിൻ്റെ ഉള്ളിൽ അവരുടെ ആ ഒരു മണ്ണിൽ എങ്ങനെ വേരുറപ്പിക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. അവർക്ക് പ്രാദേശികത, ഭാഷാവാദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ള സ്റ്റേറ്റ്സും കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്സിൽ അവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലുതാവാനായിട്ട് സാധിക്കുള്ളൂ. സോ BJP ആസ് സച്ച് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു വളർച്ച അവിടെ ഉണ്ടാകുന്നതും പെട്ടെന്നൊരു ഭാവിയിൽ അധികാരത്തിൽ വരുന്നതോ കൂടുതൽ സീറ്റ് പിടിക്കുന്നതോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. തമിഴ്നാടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഈ ഒരു ദ്രാവിഡ പൊളിറ്റിക്സ് ഭയങ്കര കൂടുതലാണ് താനും. അപ്പം ഈ ദ്രാവിഡ ഒരു പൊളിറ്റിക്സ് എന്നൊക്കെ പറയണത് കാലങ്ങളായിട്ട് അവരുടെ ആ ഒരു ബ്ലഡിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതിനെ അൺലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ തമിഴ് നാട്ടിലെ ആൾക്കാർക്ക് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഇനി അണ്ണാമല ചെയ്യേണ്ടത്, BJPയിലാണെങ്കിലും BJPയിലല്ലെങ്കിലും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നൊരു കാര്യം പ്രാദേശികതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ആളുകളുടെ ഉള്ളിൽ ദേശീയത എന്ന് പറയുന്ന വികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ പവൻ കല്യാൺ ചെയ്തതുപോലെയൊക്കെ തന്നെ അണ്ണാമല ഒരു പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് പ്രാദേശികതയിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ദേശീയതയിലേക്ക് അവിടുത്തെ ജനങ്ങളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം ദേശീയത ഇല്ലാണ്ട് നമുക്കൊരു ദേശത്ത് നിലനിൽക്കാൻ പറ്റില്ല. പ്രാദേശികത മാത്രമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പണ്ടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വിഘടനവാദം അല്ലെങ്കിൽ വിഘടനവാദികളുടെ ഒരു പൂണ്ട വിളയാട്ടമൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ നാട് ഭയങ്കരമായിട്ട് നശിക്കുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ എത്തും. ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അണ്ണാമലയെ പോലെയുള്ള ഒരു ലീഡർ അവിടെ പ്രാദേശികമായിട്ട് തന്നെ, അത് ആദ്യം തമിഴനായിട്ട് നിന്ന് പണിയെടുത്ത് പിന്നെ ഇന്ത്യക്കാരനാണ് എന്നുള്ള, അല്ലെങ്കിൽ തമിഴനും ഇന്ത്യക്കാരനാണെന്നുള്ളൊരു വികാരം അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതൊരു ആവശ്യമുണ്ട്. അപ്പം അത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചേ പറ്റൂ. അദ്ദേഹമായിട്ടുണ്ടാക്കിക്കൊണ്ടുവന്നൊരു യൂത്ത് മൂവ്മെൻറ്റിൻ്റെ മുഴുവൻ മുഴുവൻ റിസൾട്ടും കിട്ടിയത് വിജയിക്കാണ്. അത് കണ്ട സമയത്തൊക്കെ എനിക്ക് കുറച്ച് ഇൻജസ്റ്റിസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഒരു നല്ല നേതാവിനെ സ്വന്തം പാർട്ടിയിലെ ചില ലീഡേഴ്സിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് തടയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പം അണ്ണാമല ആ ഒരു സ്പേസിലോട്ട് ഇറങ്ങി വരണം. അദ്ദേഹം നല്ല ഭംഗിയായിട്ട്, അദ്ദേഹത്തിനേക്കാട്ടിലും നന്നായിട്ട് ദ്രാവിഡ പൊളിറ്റിക്സ് അറിയുന്ന ലീഡേഴ്സ് ഈ ഒരു പുതിയ തലമുറയിൽ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ ജീവിതം അറിയാം, കർഷകൻ്റെ ജീവിതം അറിയാം. എന്നാൽ നല്ല വിദ്യാഭ്യാസമുള്ളതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. നല്ല പോലെ സംസാരിക്കാൻ അറിയുന്ന വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് എന്നതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷമയും ആത്മാർത്ഥതയും ആത്മസമർപ്പണവും ഉള്ളൊരു ലീഡറാണ് അദ്ദേഹം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിത്തെറി ഭയങ്കര പണ്ടേ ഉണ്ടായിരുന്നു.
അപ്പം ഇങ്ങനത്തെ ഒരു ലീഡർ ആ സ്പേസിലോട്ട് ഇറങ്ങി വന്ന് അവിടെ ഒരു എന്താ പറയുക വിജയ്ക്കൊക്കെ ഒരു ബദലായിട്ട് പതുക്കെ പതുക്കെ കയറി വരണം എന്നുള്ളതാണ്. തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കണം. തമിഴ് കൾച്ചർ ഇന്ത്യൻ കൾച്ചറിനോട് ബ്ലെൻഡായി രാജ്യത്തിന് ശക്തി പകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. സോ ഇനി ഒരു ADMK DMKയുടെ ഒരു കാലം സത്യം പറഞ്ഞാൽ അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ അവസാനിക്കട്ടെ. എന്നിട്ട് ഇനിയിപ്പം TVKയും നമ്മുടെ അണ്ണാമലയുടെ പുതിയ പാർട്ടിയൊക്കെ തമ്മിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക ഒരു ഫൈറ്റ് അവിടെ വരട്ടെ. രണ്ടായാലും ഫൈറ്റും ചെയ്യുന്ന ആൾക്കാരും കയറി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇവരെല്ലാവരും നാഷണലിസ്റ്റിക് ആവാന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് എന്നെപ്പോലെയുള്ള ആളുകൾക്കുള്ളൂ. സോ ഇനി BJPയുടെ പ്ലാൻ B ആണോ എന്നൊരു ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ അഗൈൻ പറയട്ടെ, അണ്ണാമല ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പ്രാദേശിക പാർട്ടിക്ക് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു മുന്നണി NDA ആയിരിക്കും. കാരണം രാജ്യസ്നേഹമുള്ളിടത്തെ രാജ്യസ്നേഹിയുടെ പാർട്ടികൾക്കും ലീഡേഴ്സിനും നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം BJPയുടെ അടുത്ത് തന്നെയാണ് നിൽക്കാനായിട്ട് പോകുന്നത്. പിന്നെ അണ്ണാമലയുടെ പാർട്ടി വളർന്ന് വരുമ്പം ഒരു പോയിന്റിൽ ദേശീയത എന്ന് പറയുന്ന വികാരം എന്താ പറയുക തമിഴ്നാട്ടിലെ ആളുകൾക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ നാഷണൽ ലെവലിൽ നാഷണലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഇടത്തോട്ട് തന്നെ ചായുള്ളൂ. അപ്പം അതും വരുന്നത് വീണ്ടും NDA എന്ന് പറയുന്ന സഖ്യത്തിലോട്ടാണ്. പവൻ കല്യാണിൻ്റെ കാര്യത്തിലൊക്കെ അതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ടെക്നിക്കലി BJPയുടെ പ്ലാൻ B ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ആണെന്ന് പറയാം. സന്തോഷമായിട്ട് കൈകൊടുത്ത് പിരിഞ്ഞതാണ് ഈ ലീഡേഴ്സൊക്കെ. ഇനി പ്രായോഗിക തലത്തിൽ നോക്കുകയാണെങ്കിൽ അണ്ണാമല ഒരു പാർട്ടി കൊണ്ടുവന്നാൽ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള മിക്കവാറും BJP പ്രവർത്തകരുടെ ഒക്കെ വോട്ട് പോകുന്നത് അദ്ദേഹത്തിലോട്ടായിരിക്കും എന്ന കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് നോക്കിയാലും അത് BJPയുടെ ഒരു പ്ലാനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, അണ്ണാമല എന്ന് പറയുന്ന ലീഡറിനെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവൃത്തിയും രാജ്യത്തിനെതിരായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും ഒപ്പം രാജ്യത്തിനും ഈക്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുമെന്നതിനാൽ അണ്ണാമല എവിടെ നിന്നാലും അത്തരത്തിലുള്ള ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് രാജ്യം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്.